പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിതാവ് ജയപ്രകാശിന്റെ മൊഴി CBI രേഖപ്പെടുത്തും. വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേർന്നുകൊണ്ട്. അർജുൻ, നിലവിൽ ഈ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ CBI കടന്നിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടമാണ് ഇപ്പോൾ ജയപ്രകാശിന്റെ മൊഴിയെടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. എപ്പോഴായിരിക്കും ഈ ഒരു നടപടികളൊക്കെ ഉണ്ടാവുക? അർജുൻ, കേൾക്കാമെങ്കിൽ CBIയുടെ നടപടികളൊക്കെ എപ്പോഴായിരിക്കും ഉണ്ടാവുക? തീർച്ചയായും വിഷ്ണു, 10 മണിയോടെ പിതാവിന്റെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് പിതാവിന്റെ മൊഴിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ CBI ഇത്തരത്തിൽ പിതാവിനെ ഫോൺ ചെയ്തിരുന്നു. അത്തരത്തിൽ ഫോൺ ചെയ്തതിനു ശേഷം പിതാവിന് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ സമയത്ത് വരാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്താമെന്ന പിതാവ് പറയുന്നതും 10 മണിക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാ തന്നെയും കഴിഞ്ഞ ദിവസം അടക്കം CBI സംഘം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തിയിരുന്നു. അതായത് ഹോസ്റ്റൽ മുറി അടക്കം, സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച ആ മുറിയും പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികളുടെ അടക്കം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അല്ലാത്ത പുറത്തുള്ള വിദ്യാർത്ഥികളുടെ അടക്കം മൊഴികൾ കഴിഞ്ഞ ദിവസം CBI സംഘം രേഖപ്പെടുത്തി. മാത്രമല്ല FIR മറ്റേ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിപുലമായുള്ള അന്വേഷണമാണ് CBI നടത്തുന്നത്. അതായത് 1 മാസത്തോളം CBI ഇവിടെ വയനാട്ടിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ നിന്നുള്ള CBI സംഘമാണ് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ഇവരുടെ കൂടെ തന്നെ 4 മലയാളികൾ അടങ്ങുന്ന തിരുവനന്തപുരത്തു നിന്നുള്ള CBI സംഘം കൂടിച്ചേരുമെന്നും ഇവരുടെ കൂടെ ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും വയനാട്ടിൽ നടക്കുക. കൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇവിടെയുണ്ട്. അത്തരത്തിൽ 5 ദിവസത്തെ സിറ്റിങ്ങിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തിയിരിക്കുന്നത്. ഇനി 3 ദിവസം കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ ഈ ക്യാമ്പസിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലടക്കം ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ പേരുടെ മൊഴികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ FIR-ൽ ഒരാളുടെ കൂടി പേര് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ആരാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ആ പേര് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അൺനോൺ പേഴ്സൺ എന്നാണ് ആ ഒരു FIR-ൽ എഴുതിയിരിക്കുന്നത്. പോലീസിന്റെ FIR-ൽ 20 പേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നെങ്കിൽ CBIയുടെ FIR-ൽ അത് 21 പേരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല കൂടുതൽ പ്രതികൾ കൂടി ഈ കേസിൽ ഉൾപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിലൊന്ന് അക്ഷയ്യുടെ പേര് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ അക്ഷയുടെ പേര് ഉയർന്നു വരുന്നു. അതായത് നേരത്തെ തന്നെ സിദ്ധാർത്ഥിന്റെ പിതാവും മാതാവും എല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് അക്ഷയിനെയാണ്. അവർ ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും എടുക്കുന്നത് അക്ഷയാണ്, കാര്യങ്ങളൊക്കെ പറയുന്നതും അക്ഷയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം അക്ഷയ്ക്കെതിരെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അക്ഷയെ പ്രതിയേർക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ആർഷോ അടക്കമുള്ള, അതായത് ഉന്നതരായ ആർഷോ അടക്കമുള്ളവരുടെ പേരുകൾ ഇതിൽ വെളിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പിതാവടക്കം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. MM മണി അടക്കമുള്ളവർ ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള ആരോപണങ്ങളും നേരത്തെ തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ കേസിൽ രാഷ്ട്രീയപരമായിട്ട് ഏത് തരത്തിലുള്ള പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. CPM-ന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള പിന്തുണ കിട്ടി എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ജില്ലാ സെക്രട്ടറി, അതായത് CPM-ന്റെ ഇവിടെയുള്ള ജില്ലാ സെക്രട്ടറി, വയനാട്ടിലെ ജില്ലാ സെക്രട്ടറിയുടെ ബന്ധു അടക്കം ഇതിൽ പ്രതികളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളടക്കം നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലായിരിക്കും ഇനി CBIയുടെ അന്വേഷണം മുന്നോട്ട് പോകുക. മാത്രമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണം ഇതിലൂടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇന്ന് എന്തായാലും ജയപ്രകാശ് ഇവിടെ എത്തും, സിദ്ധാർത്ഥിന്റെ പിതാവ് ഇവിടെ എത്തും. പിതാവ് ഇവിടെ എത്തിയതിനു ശേഷം കൃത്യമായി പിതാവിന്റെ കയ്യിൽ ചില തെളിവുകളുണ്ട്. പലരും തന്നോട് വിദ്യാർത്ഥികൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം CBIക്ക് കൈമാറും. മാത്രമല്ല CBIയുടെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മളോട് സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിന്റെ പിതാവുമായി നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ CBIക്ക് താൻ നൽകുന്നുണ്ട് എന്നുള്ള തരത്തിൽ നമ്മളോട് പിതാവ് സംസാരിക്കുകയും ചെയ്തിരുന്നു.
അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ ദിവസം തന്നെ വരുമ്പോൾ തന്നെ CBI കച്ചകെട്ടി ഇറങ്ങിയിരുന്നു. അതായത് ഈ കേസ് തെളിയിച്ചിട്ടേ പോകൂ എന്നുള്ള ആ ഒരു നിലയിൽ CBI വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഡൽഹിയിൽ നിന്ന് വരുന്ന CBI സംഘം കണ്ണൂരിലെത്തുകയും അവിടെ വെച്ച് DYSP, അതായത് വയനാട് DYSPയെ വിളിച്ചു വരുത്തിയ ശേഷം കൃത്യമായി കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുകയും ചെയ്തു. അതിനുശേഷം വയനാട്ടിലെത്തിയ CBI സംഘം പിന്നീട് SP-യുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല പിന്നീട് ഈ രേഖകളൊക്കെ പോലീസിന്റെ കയ്യിൽ നിന്നും മേടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മലയാളത്തിൽ ഉണ്ടായിരുന്ന രേഖകൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ CBIക്ക് നൽകിയിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് CBI പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെത്തുകയും പിന്നീട് സിദ്ധാർത്ഥന്റെ മുറിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച മുറിയും അടക്കം പരിശോധിക്കും. ശുചിമുറി അടക്കം, അതായത് സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന ശുചിമുറി അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവിടങ്ങളിലെല്ലാം പരിശോധിക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡീൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം, വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയിലെയും CPM-ലെയും ഉന്നത നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാധ്യത നമുക്കിപ്പോൾ നിലവിലുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം, സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് ജനം ഡിബേറ്റിൽ ഉൾപ്പെടെ നിരവധി ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ തന്നെയും കൂടുതൽ ആളുകളുടെ പേരുകൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പോലീസിൻ്റെ ലിസ്റ്റിൽ പോലും പെടാത്ത, അല്ലെങ്കിൽ പോലീസ് തന്നെ മനഃപൂർവ്വം മറച്ചുവെച്ച കൂടുതൽ അന്വേഷണങ്ങളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രതികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുമെന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, നേരത്തെ തന്നെ SFIയുടെ നേതാക്കളടക്കം ഇതിൽ പ്രതികളായിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറി അടക്കം ഇതിൽ പ്രതികളാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിന് പോലീസ് അന്വേഷണത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പിതാവ് അടക്കം, അതായത് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്, മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം നേരത്തെ തന്നെ ഉയർന്ന സാഹചര്യത്തിൽ ആ ഒരു രീതിയിലുള്ള അന്വേഷണം കൂടി CBIയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതായത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ഏതു തരത്തിലുള്ള സഹായമാണ് പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകളടക്കം ഈ ഒരു കേസിൽ പൊന്തിവരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് CBIയുടെ ഒരു സ്വഭാവം അത്തരത്തിലാണ്. കൃത്യമായി പ്രതികളെയും അതുപോലെ തന്നെ സഹായിച്ചവരെയും കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്നോ പിന്നീട് കാര്യങ്ങളെല്ലാം സാരാംശമെല്ലാം അറിയുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് CBIക്കുള്ളത്. കൃത്യമായ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾക്കടക്കം നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു പഴുതടച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും, രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമായിരിക്കും CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതടക്കം CBI പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ ഇത്തരത്തിൽ CBIക്ക് കേസ് കൈമാറിയപ്പോൾ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ദുരൂഹ മരണം, ഏത് തരത്തിലാണ് മരണം ഉണ്ടായത്, ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ, ഈ ഒരു സാഹചര്യം കൂടി പരിശോധിക്കണമെന്നും സർക്കാർ CBIക്ക് ഈ റിപ്പോർട്ട് നൽകിയപ്പോൾ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കും CBI നീങ്ങുക. മാത്രമല്ല അതിലുപരി തന്നെ കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടികളെ ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളെ പ്രതി ചേർക്കണമെന്ന് നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളെ അടക്കം ഇനി പ്രതി ചേർക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. മാത്രമല്ല സിദ്ധാർത്ഥിന്റെ കൂടുതൽ സുഹൃത്തുക്കൾ ഇതിലുണ്ട്, സാക്ഷികളുണ്ട്, 100-ലധികം സാക്ഷികളുണ്ട്. ഈ 100-ലധികം സാക്ഷികളിൽ ആരെങ്കിലുമൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇത്തരത്തിൽ പരിശോധിക്കാനുള്ള അല്ലെങ്കിൽ വ്യക്തമാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിതാവ് ജയപ്രകാശിന്റെ മൊഴിയും CBI രേഖപ്പെടുത്തും. വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. അർജുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.